അനുകൂലം തന്നിരിക്കുകയാണ്. ചില പ്രാർത്ഥന, വളരെ പ്രധാനമായിട്ടുള്ള പ്രാർത്ഥന ചെല്ലുകയില്ല നമ്മൾ. ഒന്ന് വിശുദ്ധ കുർബാനയില് അപ്പം ഉയർത്തി കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഈശോയുടെ ശരീരം ഉയർത്തി കഴിഞ്ഞിട്ട് 3 പ്രാർത്ഥനകളുണ്ട്. അതിലൊന്ന് ഇതാണ്: നീതിയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണം. ചെല്ലാറുണ്ടോ? ആരും ചെല്ലാറില്ല. അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാന ഭാഗം. ഒന്ന് പ്രാർത്ഥിച്ചേ: നീതിയുടെ കവാടങ്ങൾ എനിക്കായി തുറന്ന്, നീതിയുടെ കവാടങ്ങൾ എനിക്കായി തുറന്നു തരിക, അവയിലൂടെ പ്രവേശിച്ച് കർത്താവിനോട് നന്ദി പറയട്ടെ. ഇതാണ് കർത്താവിന്റെ കവാടം, ക്ഷമിക്കണം, ഞാൻ സങ്കീർത്തനത്തിന്റെ പിച്ചാണ് ഇട്ട് കൊടുത്തതല്ലേ. കുർബാനയിലെ പ്രാർത്ഥനയാണ്. എന്താണെന്ന്? നീതിയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ. കരുണാമയനാം കർത്താവേ, അതൊന്നും പറഞ്ഞ പാപികളൊക്കെ ഇങ്ങോട്ട് വരൊന്നും വേണ്ട. പാപികളൊക്കെ നരകത്തിൽ പോകാനുള്ളവരാണ്. മനസ്സിലായിട്ടുണ്ടോ? ഇങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട് ഇപ്പോഴും. ഇതൊക്കെ എന്തിനാ പാടണത്? ഈ പാപികളൊക്കെ വലിച്ചു കയറ്റാനുള്ള സ്ഥലമാണത്. അതേ സമയത്ത് വേറൊരു ഗാനമുണ്ട്. ഇത് രാസകുർബാനയിലുള്ള പൗലോസ്ലിഹയുടെ ലേഖനങ്ങൾ വായിക്കുന്നതിന് മുമ്പുള്ള ഒരു അവതരണ ഗാനമാണ്. ഒരിക്കൽ ഞാൻ ഇത് വർണ്ണിക്കുകയാണ്. അപ്പോൾ രാസകുർബാന ചെല്ലാനുള്ള അച്ഛനും ഇത് കേട്ടിരിക്കുകയാണ്. അതിങ്ങനെയാണ്: നിഴലാം നിയമം വിട്ടു നൂതന നിയമം പാലിച്ചവനാം പൗലോസ് ശ്ലീഹാ തന്നുടെ മാതൃക നിങ്ങൾ കൈക്കൊണ്ടിടുവിൻ. ശൗലെന്ന യൂദൻ നിയമം ചാർത്തും തിരശീലകളാൽ അന്ധൻ മിശിഹായവനിൽ തൻ നിയമത്താൻ കാഴ്ച പകർന്നു. ഇസ്രായേലിൻ ശൗലിനയ നാഥൻ പരിചിൽ നേടി. ഇതിനെ ഞാൻ വർണ്ണിച്ചു കഴിഞ്ഞപ്പോഴേ ഈ കുർബാന അർപ്പിക്കാൻ ഒരുങ്ങിയ അച്ഛൻ അത് കഴിഞ്ഞിട്ട് പറയാണ്: ഞാൻ ഇത്രയും നാളും റാസ കുർബാന അർപ്പിച്ചെങ്കിലും ഇതിൻ്റെ അർത്ഥം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നിഴലാം നിയമം വിട്ടു നൂതന നിയമം. കുർബാനയിലെ തക്സല ഗാനമാണിത്. നിഴലാം നിയമം വിട്ടു. അതെവിടെ എഴുതിയേക്കണത്? പൗലോസ്ലിഹയുടെ ലേഖനത്തിൽ എഴുതിയേക്കുന്നതാണ്. നിയമം വരാനിരിക്കുന്നതിൻ്റെ നിഴൽ മാത്രമാണ്. നിഴലാം നിയമം വിട്ടു നൂതന നിയമം. ഏതാണ് നൂതന നിയമം? ക്രിസ്തുവിന്റെ നിയമം പാലിച്ചവനാം പൗലോസ് ശ്ലീഹാ തന്നുടെ മാതൃക നിങ്ങൾ കൈക്കൊണ്ടിടുവിൻ. ഇസ്രായേലിൻ തീഷ്ണൻ ശൗലിനയ. ഓക്കെ, അതായത് ശൗൽ എന്നുള്ള നിലയ്ക്ക് നിയമത്താൽ അയാളുടെ കണ്ണ് അന്ധമാക്കിയിരുന്നു. അതാണ് നമുക്ക് സംഭവിക്കുന്നത്. നമ്മൾ നിയമത്തെ മുറുക്കെ പിടിക്കുമ്പോൾ നമ്മൾ അന്ധരാണ്.
അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഫരിസേയരോട് അന്ധരെ വഴി നടത്തിയാൽ, അതായത് ഇതുവരെ ദൈവത്തെ അറിയാത്തവരാണ് അന്ധർ. ഇവർ ദൈവത്തെ അറിയാമെന്ന് പറയുന്നുണ്ടെങ്കിലും അവരുടെ അറിവ് ഈ 10 നിയമം വെച്ചുകൊണ്ടുള്ള അറിവാണ്. അതിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവില്ല. ഒരിക്കൽ ഒരു ധ്യാനം കൂടിയിട്ട് ഞാൻ വളരെ നിർബന്ധിച്ച് ഒരു സഹോദരി ധ്യാനം കൂടാൻ വന്നു. പാറ്റ്നയിൽ നിന്ന് ട്രെയിൻ കയറി വന്നതാണ്. പോണ വഴിക്ക് എനിക്കൊരു കത്തെഴുതി പറയാണ്, ഞാൻ പോണ വഴിക്ക് ട്രെയിനിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യാൻ പോയി. അതുപോലെ ആയിപ്പോയി ധ്യാനം എനിക്ക്. ആ ധ്യാനത്തിലെ 5 ദിവസവും പാപവും പാപത്തിൻ്റെ ശിക്ഷയും മാത്രമേ പറഞ്ഞുള്ളൂ. അവസാനത്തെ ഒരു ക്ലാസ്സിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പ്രാർത്ഥിച്ചു. എന്തോ കാരണവശാൽ ഞാൻ ആത്മഹത്യ ചെയ്തില്ല. ബ്രദർ പ്രാർത്ഥിച്ചിട്ടായിരിക്കും. ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നുമല്ല. കർത്താവ് ഈശോ മിശിഹ അവളിലുണ്ടേ. നമ്മുടെ വചനപ്രഘോഷകർ പറയണത് മാത്രം വിചാരിച്ചിട്ടാണ്. ഒരിക്കലൊരു വീട്ടിൽ ഞാൻ ഭക്ഷണത്തിന് ചെന്നപ്പോൾ, ഇംഗ്ലണ്ടിലാണ്, അപ്പോൾ ആ വീട്ടിലെ കൊച്ചു പയ്യൻ വന്നിട്ട് പറയാണ്, അപ്പോൾ അമ്മയൊക്കെ അടുക്കളയിലാണ്, ബ്രദറങ്ങളെ അടുത്ത ഞായറാഴ്ച ഞാൻ ആദ്യഗുരുവാണ് കൈക്കൊള്ളാൻ പോകാണ്. വെരി ഗുഡ്. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പാപം ചെയ്താൽ ഉടനെ നരകത്തിൽ പോലെ. അതാണ് അപ്പം അവനെ പഠിപ്പിച്ചേക്കണത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. നീ ആദ്യ കുർബാന കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ വളരെ സൂക്ഷിക്കണം. പക്ഷെ അവനത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ദൈവം ഇത്ര കരുണയാണ്, സ്നേഹമാണെന്ന് പറഞ്ഞിട്ട് നീ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഉടനെ നരകത്തിൽ പോകുന്ന അവനെ വിശ്വസിക്കാൻ പറ്റില്ല. അതാണ് കുഞ്ഞു മനസ്സിൻ്റെ ഗുണം. അവനിത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഇത് കേട്ട് ഓടി വന്നിരിക്കണം. എൻ്റെ ബ്രദറെ, ഇവരിങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിലേ ഇവർ അക്രമം കാണിച്ചു കളയും. അപ്പൊ എന്ത് പറഞ്ഞുകൊണ്ടാണ് ഇവരെ ആദ്യ കുർബാനയൊക്കെ ഒരുക്കിയേക്കണത്? ഒരു വലിയ നുണ പറഞ്ഞിട്ടല്ലേ? യേശുക്രിസ്തു നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വന്നവനാണെന്നും ആ രക്ഷിച്ച് ഭൂലോക പാപം നീക്കുന്ന ദൈവത്തിൻ്റെ രാജകുട്ടിയായ ഈശോ തമ്പുരാനെ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണേ. ദൈവരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ഈശോ മിശിഹായുടെ ശരീരം ഭക്ഷിക്കാനും രക്തം പാനം ചെയ്യാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. ഇതൊക്കെ ഒരു വശം നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ആദ്യ കുർബാനയ്ക്ക് ഒരുക്കിയ ആൾ ഇങ്ങനെ പഠിപ്പിച്ചേക്കണം. നമ്മൾ ഇത്രയായിട്ടുള്ളൂ പെടും. അതിലൊന്നും ഞാൻ എന്തുകൊണ്ട് ഇതൊക്കെ പറയരുത്. അപ്പോൾ 3-ാം അധ്യായത്തിൽ റോമർ 3:20 പറയുകയാണ്. റോമർ 3:20. ഇത് വേറൊരു സംഭവം. ഞാൻ വേറൊരു കോസ്റ്റർ കോൺവെന്റിൽ ധ്യാനിപ്പിക്കുമ്പോൾ എന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പെണ്ണ് ഈ വചനം ഞാൻ പറഞ്ഞിട്ട് അവൾ ട്രാൻസ്ലേറ്റ് ചെയ്യണില്ല. വായിക്കാം. 3:20, 21. 3:20 പറയാണ്, നിയമം എല്ലാവരും ഒന്ന് വായിച്ചേ. നിങ്ങളുടെ പുസ്തകത്തിൽ നോക്കി വായിച്ചേ, നിങ്ങളുടെ ബൈബിളിൽ നോക്കി വായിച്ചേ. നിങ്ങളുടെ ബൈബിളിൽ ഒന്ന് നോക്കി വായിക്കും. ഒരു മിനിറ്റ്. നിങ്ങളുടെ ബൈബിൾ തുറന്നൊന്ന് വായിച്ചേ. കാരണം പലർക്കും ഇത് വിശ്വാസമാവില്ല. ഒരു മിനിറ്റ്. എല്ലാവരും ബൈബിൾ തുറന്നേ. ബൈബിളില്ലാത്തവരും ഫോണിലുള്ള നിങ്ങളുടെ ആപ്പ് തുറന്നിട്ട് റോമർ 3:20 വായിക്കും. നിയമം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഒരുവനും അവിടുത്തെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. നിയമം വഴി പാപത്തെക്കുറിച്ച് ബോധമുണ്ടാവുന്നേ ഉള്ളൂ. മനസ്സിലായോ? ഈ 10 പ്രമാണങ്ങളും അനുഷ്ഠിക്കുന്നത് കൊണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് രക്ഷയുണ്ടാവില്ല. വായിച്ചൊന്നുകൂടി. നിയമം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഒരുവനും അവിടുത്തെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. നിയമം വഴി പാപത്തെക്കുറിച്ച് ബോധമുണ്ടാകുന്നേ ഉള്ളൂ. പിന്നെ എങ്ങനെയാ നമ്മൾ നീതീകരിക്കപ്പെടുന്നത്? അടുത്ത വചനം വായിക്കും.
അതുകൊണ്ട് നമ്മുടെ നിയമവും പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ദൈവനീതി നിയമത്തിലൂടെ അല്ലാതെ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. മനസ്സിലായോ? ഇത് പറഞ്ഞിട്ട് എൻ്റെ പെണ്ണ് ട്രാൻസ്ലേറ്റ് ചെയ്യണില്ല. അവള് സാക്ഷാൽ ഫരിസേയാണെന്ന് മനസ്സിലായില്ലേ? അവൾ പറയണത് നിയമത്തിലൂടെ അല്ലാതെന്നോ? നിയമത്തിലൂടെ അല്ലാതെ എങ്ങനെയാണ് ഒരാൾ വിശുദ്ധനാകണേ? നിയമത്തിലൂടെ അല്ലാതെ ഒരാൾക്ക് എങ്ങനെയാ പവിത്രത കിട്ടുന്നത്? നീ ഇത് പറയ്, ഇവിടെ എഴുതിയേക്കണ വായിക്കുന്നു. ഇതാണ് അവസ്ഥ. അവസാനം ഞാൻ നിർബന്ധിച്ച് അവളെ കൊണ്ടത് പറയിപ്പിക്കേണ്ടി വന്നു. നിയമവും പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ദൈവനീതി, എല്ലാവരും ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ, നിയമത്തിലൂടെ അല്ലാതെ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. എന്താണത്? ഈ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ആരെന്നുള്ള വ്യത്യാസം കൂടാതെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്നതാണ്. ഇപ്പൊ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഒരു മഹാനാണ് കണ്ണൻ. കണ്ണനൊന്ന് ഇവിടം വരെ വന്നേ, ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാനാണ്. പേരുകൊണ്ട് തന്നെ മനസ്സിലായോ? ഇത് കണ്ടോ, കണ്ണൻ. കണ്ണൻ 25 വർഷമായിട്ട് എൻ്റെ കൂടെയുണ്ട്. കണ്ണൻ എൻ്റെ കൂടെ വന്നപ്പോ കണ്ണന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. കണ്ണൻ സാക്ഷാൽ കണ്ണനായിരുന്നു. ഞാൻ കണ്ണനെ സ്വീകരിച്ചു, എൻ്റെ കൂടെ ശുശ്രൂഷയ്ക്ക് കൊണ്ട് നടന്നു. കണ്ണൻ ഈശോയുടെ അനുഭവം ഉണ്ടായി. കണ്ണൻ മാമോദിസ സ്വീകരിച്ചു. കണ്ണന്റെ പേര് അബ്രാഹം എന്നായി. ഇപ്പോ കണ്ണൻ യൂട്യൂബ് ചാനൽ നടത്തുകയാണ്. കാറ്റഗിസവും വിശുദ്ധ കുർബാനയെ കുറിച്ച് ക്ലാസ് എടുക്കുന്ന ധ്യാനഗുരുവാണ് കണ്ണൻ. മനസ്സിലായോ? എന്തുകൊണ്ടാ? കണ്ണനിൽ ഒരുപാട് കുറ്റങ്ങളുണ്ടായിരുന്നു, ഒരുപാട് കുറവുകളുണ്ടായിരുന്നു. ഇതെല്ലാം അറിഞ്ഞിട്ടാണ് കണ്ണനെ ഞാൻ കൂടെ എടുത്തത്. കാരണം യേശുക്രിസ്തു കണ്ണന്റെ സകല തിന്മയും ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ആ അനുഭവം ഉണ്ടായതോടെ പിന്നെ കണ്ണന് അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഈ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും. ഞാൻ പറയാൻ കാരണം ആരെന്നുള്ള വ്യത്യാസം. കണ്ണൻ അന്ന് ക്രിസ്ത്യാനി അല്ലായിരുന്നു, പക്ഷെ എങ്കിലും ദൈവനീതി കണ്ണന് അവകാശമാണ്. എന്തുകൊണ്ട്? യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിൽ തന്നെ കണ്ണനും പിന്നെ ആരാണ് മണികണ്ഠനും ഒക്കെ യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിൽ യേശുവിന്റെ ശരീരത്തിലാണ്. ഇതൊന്ന് വിശ്വസിച്ചേ. അപ്പോ ആരെന്നുള്ള വ്യത്യാസം എന്ന് പറഞ്ഞതാണ്. ആരെന്നുള്ള വ്യത്യാസം കൂടാതെ യേശുക്രിസ്തുവിനുള്ള വിശ്വാസം വഴി ലഭിക്കുന്നതാണ്. എന്താണ് ഈ ദൈവനീതി എന്ന് പറയുന്നത്? നിയമത്തിലൂടെ അല്ല, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി കിട്ടുന്ന സൗജന്യമായ നീതീകരണമാണ് ദൈവനീതി. ആരെന്നുള്ള വ്യത്യാസം കൂടാതെ. എന്നിട്ട് വീണ്ടും എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. അത് ഉത്ഭവ പാപമാണ്. അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തുവിലുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടും. സൗജന്യമായി വീണ്ടെടുപ്പ്. കുരിശിനാൽ ലോകത്തെ വീണ്ടെടുത്തു. രണ്ടാം തലം. കുരിശിന്റെ വഴിയിൽ നമ്മൾ പ്രാർത്ഥിക്കണില്ലേ ഈ വീണ്ടെടുപ്പ് എന്ന് പറയണത്? കുരിശിനാൽ ലോകത്തെ വീണ്ടെടുത്തു. ഇതൊക്കെ പാടുണ്ടെങ്കിലും പിടിക്കുമ്പോ 10 പ്രമാണത്തെ പിടിച്ചു കണക്കാണ് നമ്മളിപ്പോൾ. അപ്പൊ ഇതിന് മാറ്റം സംഭവിച്ചാൽ മാത്രമേ യേശുക്രിസ്തുവിലുള്ള നിയമം, 8-ാം അധ്യായത്തിൽ എന്താ പറയണത്? യേശുക്രിസ്തുവിലുള്ള നിയമം മരണത്തിന്റെയും
പാപത്തിൻ്റെയും നിയമത്തിൽ നിന്ന് നമ്മെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. ഈ വ്യത്യാസം മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ആ സ്വർഗം നരകം ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ച് പറഞ്ഞത് ഒന്ന് കംപ്ലീറ്റ് ആക്കാം. അപ്പൊ എന്താണ് സ്വർഗം? സ്വർഗം എന്ന് പറയുന്നത് ഒരു സ്ഥലമല്ല, 2794 കൂടി എടുക്കാം. അത് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയുടെ ഭാഗമാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുന്നതിന് താഴെ എഴുതിയിരിക്കുകയാണ് 2794. സ്വർഗസ്ഥനായ എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുകയാണ്. ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഈ പ്രയോഗം ഒരു സ്ഥലത്തെ സ്പേസ് അല്ല. ഇനി ഇവിടെ ആരും വ്യാഖ്യാനിക്കുന്നത് അത് കാത്തോലിക്ക ഈ കാറ്റഗീസ് ഒന്നും അല്ല ഇമ്പോർട്ടൻ്റ് എന്ന് പറയരുത്. ദൈവത്തെ ഓർത്ത് കാറ്റഗിസത്തിലൂടെയാണ് സഭയുടെ ആധികാരിക പ്രബോധനം നമ്മളെ നൽകിക്കൊണ്ട് സഭാമക്കളായ നമ്മളെ സഭ ഒരമ്മയും ഗുരുനാഥയുമാണെന്നാണ് സഭയുടെ പ്രബോധനം. ഒരമ്മ നമ്മളായ മക്കളെ പഠിപ്പിക്കുന്നത് അനുസരിച്ച് വേണം നമ്മൾ പഠിക്കാൻ. നമുക്കാർക്കും ഈ സഭയുടെ രഹസ്യങ്ങളെ സഭ തന്നെ വ്യാഖ്യാനിച്ച് തരാതെ മനസ്സിലാകില്ല. ഈ കാറ്റഗിസത്തിന്റെ ഏറ്റവും അവസാനത്തെ 105 പാരഗ്രാഫ് സ്വർഗസ്ഥനായ പിതാവിനെ കുറിച്ചുള്ള പഠിപ്പിക്കലാണ്. അത് പഠിച്ചപ്പോഴല്ലേ മനസ്സിലായത് ഇത്രയും നാള് ഞാൻ സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലിയതെല്ലാം എന്ത് പറയാനാ. ഇപ്പോഴും യഥാർത്ഥമായി അത് പഠിക്കണം. അപ്പൊ ഇവിടെ പറഞ്ഞതാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ ഈ പ്രയോഗം ഒരു സ്ഥലത്തെ ബ്രാക്കറ്റിൽ സ്പേസ് അല്ല, അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ അകൽച്ചയല്ല, പ്രതാപത്തെയാണ്. അപ്പൊ ഈ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അല്ലെങ്കിൽ ദൈവം ഉയർന്നിരിക്കുന്നതെന്നൊക്കെ പറയണത് ദൈവത്തിന്റെ പ്രതാപം, ദ മെജസ്റ്റി, രാജ്യത്വം, രാജാവ്, സൃഷ്ടാവ്, സകലത്തെയും സൃഷ്ടിച്ചവൻ, ഈ പ്രപഞ്ചത്തെ, ഈ അണ്ടകടാഹങ്ങളെ മുഴുവനും മെനഞ്ഞെടുത്തവൻ. അവൻ അതിൻ്റെ താഴെ അല്ലല്ലോ, അതിൻ്റെ ഒരു മുകളിൽ അതിനൊരു പ്രതാപമാണ്. അതാണ് നമ്മൾ മുകളിലേക്ക് നോക്കുന്നു, അല്ലെങ്കിൽ ഉന്നതത്തിൽ നിന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം. സ്വർഗം ഒരു സ്ഥലം കൃത്യമായിട്ട് എഴുതിയിരിക്കുകയാണ് അവിടെ. ഇറ്റ് ഈസ് നോട്ട് എ സ്പേസ്. ഇത് തന്നെ ക്ലിയർ ആവുമ്പോൾ വിശ്വാസത്തിൽ വലിയ ഒരു വളർച്ച നമുക്കുണ്ടാവും. അവിടുത്തെ നമ്മുടെ പിതാവ് മറ്റെവിടെയോ അല്ല. അവിടുത്തെ വിശുദ്ധിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാവുന്ന എല്ലാത്തിനും അതീതനാണ് അവിടുന്ന്. അവിടുന്ന് ത്രൈശുദ്ധനായതുകൊണ്ട് എളിമയും അനുതാപവുമുള്ള ഹൃദയത്തിന് സമീപസ്ഥനാണ്. അവിടുത്തെ വിശുദ്ധിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാവുന്ന എല്ലാറ്റിനും അതീതനാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അഗസ്തീനോസിന്റെ പ്രബോധനമാണ്. എന്നാൽ ദൈവം അവിടുത്തെ വിശുദ്ധ ആലയത്തിലായിരിക്കുന്നത് പോലെ നീതിമാന്മാരുടെ ഹൃദയത്തിലാണെന്ന് ശരിയും അർത്ഥമാക്കുന്നു. അതേസമയം പ്രാർത്ഥിക്കുന്നവർ നമ്മൾ ആരോട് പ്രാർത്ഥിക്കുന്നുവോ ആ വ്യക്തി തങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്നും അർത്ഥമാക്കുന്നു. ഓക്കെ, അപ്പോൾ സ്വർഗത്തെ കുറിച്ചുള്ള യഥാർത്ഥ പ്രബോധനം നമ്മൾ പഠിക്കണം. ഇനി കുറേ കൂടിയൊക്കെ ഉണ്ട്. ഇനി നരകത്തെക്കുറിച്ച് ഉള്ള പ്രബോധനവും മനസ്സിലാക്കണം. നരകം എന്നത് ഒരു സ്ഥലമല്ല, അതൊരവസ്ഥയാണ്. ആ അവസ്ഥയിലേക്ക് ഒരു ആത്മാവിന് വീഴാൻ സാധ്യതയുണ്ട്. ദൈവം തൻ്റെ ഈ കരുണാർദ്രമായ സ്നേഹത്തെ വാരിക്കോരി തന്നിട്ടും അത് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരാൾ നരകത്തിൽ പോകാൻ സാധ്യതയുണ്ട്.
കാരണം ദൈവം അവന് കൊടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യം അവൻ ദുരുപയോഗിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ദൈവം കൊടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൽ ദുരുപയോഗം എന്ന് പറഞ്ഞാൽ ദൈവത്തെ തന്നെ തിരസ്കരിക്കാൻ അവന് സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ടാണ് ഒരുവൻ അവൻ്റെ സ്വതന്ത്രമായ മനസ്സോടെ ദൈവത്തെ തിരസ്കരിക്കുകയാണെങ്കിൽ അതോടൊപ്പം മറ്റ് രണ്ട് കാര്യങ്ങൾ, മാരകമായ പാപത്തിൽ ആയിരിക്കുന്നു പശ്ചാത്തപിക്കാതെ മരിക്കുകയാണെങ്കിൽ ആ വ്യക്തി നരകത്തിൽ പോകും. എന്താണ് 3 കാര്യങ്ങൾ? ഒന്ന്, സ്വതന്ത്ര മനസ്സോടെ ദൈവത്തിൻ്റെ സൗജന്യ രക്ഷയെ തിരസ്കരിക്കണം. 2, മാരകമായ പാപാവസ്ഥയിൽ പശ്ചാത്തപിക്കാതെ മരിക്കുകയാണെങ്കിൽ. ഇത് 3 വേണം ഒരാൾ നരകത്തിൽ പോകാൻ. അപ്പൊ ഇത് 3 നമ്മളെ മനസ്സിലാക്കിക്കുന്നതിൻ്റെ അർത്ഥം, ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സഭ, നമ്മളാണ് സഭ. ഇപ്പൊ 4 പേർ ഒരു തളർവാദ രോഗിയെ, അവൻ നരകത്തിൽ പോകാൻ എല്ലാ സാധ്യതയുണ്ട്. അവന്റെ പാപം മൂലം അവൻ തളർന്നിരിക്കുകയാണ്. തളർന്നു കഴിഞ്ഞാൽ പിന്നെ അവന് വിശ്വാസമുണ്ടോ? വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ സഭ, അതാണ് ഈ 4 പേർ. ഒരുപക്ഷെ ജ്ഞാനസ്നാന മാതാപിതാക്കളും സ്വന്തം മാതാപിതാക്കളും ആയിരുന്നു 4 പേരായില്ലേ. എന്താ അവരുടെ ആദ്യത്തെ ചുമതല? ഈ ആത്മാവിനെ, ഈ നരകത്തിൽ പോകാൻ സാധ്യതയുള്ള ആത്മാവിനെ രക്ഷിക്കാനാണ് സഭ. എങ്ങനെ രക്ഷിക്കും? ആ 4 പേരുടെ വിശ്വാസത്തിലൂടെ ഇവനെയും ചുമന്നുകൊണ്ട് യേശുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ കാണുന്നത് അതിലും വലിയ പ്രശ്നം. അവിടെ ഒരുപാട് പേരുടെ തിരക്ക്, അങ്ങോട്ടേക്ക് അടുക്കാൻ നിവർത്തിയില്ല. ഇതൊക്കെ ഇന്നത്തെ സഭയുടെ അവസ്ഥയായിട്ടുള്ള പ്രവചനങ്ങളാണെന്ന് മനസ്സിലാക്കണം. അപ്പോ അവരെന്ത് തീരുമാനിച്ചു? അവരിങ്ങനെ തീരുമാനിച്ചില്ല, എന്നാ പിന്നെ നമുക്ക് പോകാം, ഇനിയിപ്പോ യേശുവിൻ്റെ അടുത്ത് കാണാൻ പറ്റില്ല, നമുക്ക് ഇവനെ കൊണ്ട് തിരിച്ചു പോകാം എന്ന് വിചാരിച്ചോ? ഇല്ല. അവരൊരു ചലഞ്ചായിട്ട് എടുക്കുകയാണ്. എന്തായാലും ഇവനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടേ കാര്യമുള്ളൂ. അപ്പൊ ഒരാൾ പറഞ്ഞേ, അതെ നമുക്ക് ഒരു പണിയാ, അവിടെ ഒരു ആലാത്ത് കിടക്കുന്നുണ്ട്, ആ കയറെടുത്തിട്ടേ ഞാൻ മുകളിൽ കയറാം, ഞാനിത് എന്നിട്ട് നമുക്കിതിൽ കെട്ടി ഇവനെ അങ്ങ് വലിച്ച് മുകളിൽ കയറ്റാം, എന്നിട്ട് ഈ കൂര പൊളിച്ചങ്ങ് ഇറക്കാം നമുക്ക്. വല്ലവരുടെ വീടിൻ്റെ കൂര പൊളിക്കേ, പോലീസ് കണ്ടാലോ? ഇതൊക്കെ മാർപ്പാപ്പയുടെ വ്യാഖ്യാനമാണ്. മാർപ്പാപ്പ പറയാണ്, അവർ റിസ്ക് എടുത്തു. വല്ലവരുടെ വീടിന്റെ പൂര കൊളിക്കണത് പോലീസ് കണ്ടാ പിടിക്കില്ലയോ പറയും. പക്ഷെ അവരതൊന്നും കൂണ്ടാക്കില്ല, റിസ്ക് എടുത്തു. ഇവിടത്തെ കാര്യം ഈ ആത്മാവിനെ രക്ഷിക്കാൻ എന്ത് വേണമെങ്കിലും ചെയ്യണം. കൂര പൊളിച്ചു. കർത്താവിന്റെ തലയിൽ ഇഷ്ടിയ കഷ്ണം വീണപ്പോൾ, ഓടിന്റെ നുറുക്ക് വീണ് നോക്കിയപ്പോൾ ഇതെന്ത് സംഭവിക്കണം ഇവിടെ? നോക്കുമ്പോ 2-4 പേര് അവരുടെ കണ്ണുകൾ ബൾബുമായി തിളങ്ങണം. കർത്താവേ, ഞങ്ങളിതാ ഇവനെ നിന്റെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, ഇനി ബാക്കി കാര്യം അങ്ങ് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസമാണ്. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? എന്താണ് ഇപ്പൊ ബൈബിള് തുറക്കാണ്ട് നിങ്ങളൊന്ന് പറഞ്ഞേ, എന്താണ് ഈശോ ആ തളർവാദ രോഗിയോട് പറഞ്ഞേ? നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു, കട്ടിലെടുത്ത് നടക്കാന്നല്ലേ? എന്താ പറഞ്ഞേ? ഡെയ്സി കേട്ടോ, എൻ്റെ സ്റ്റുഡൻ്റാണ്. ഈ ധ്യാനം കൂടാൻ സ്വിറ്റ്സർലൻഡിൽ നിന്ന് വരാൻ ഭാഗ്യമുണ്ടായ ഒരാളാണ്. വർഷങ്ങളായിട്ട് നമ്മുടെ ക്ലാസ് എല്ലാം കേൾക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ആ ഒച്ച കേട്ടാൽ മനസ്സിലാവും എന്താണ് ഈശോ പറഞ്ഞെന്നറിയാമോ? മകനേ. അതിനുശേഷം പറയാണ്, നിന്റെ പാപങ്ങൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, കട്ടിലുമെടുത്ത് നീ പോവുക. അപ്പൊ അതിന് മുൻപ് എഴുതിയിരിക്കുകയാണ്, യേശു
അവരുടെ വിശ്വാസം കണ്ടു. ആരുടെ? ഈ 4 ആൾക്കാരുടെ. ഈ മരണത്തിൽ ഇവൻ നരകത്തിലേക്ക് പോകാൻ എല്ലാ സാധ്യതയുമുണ്ടെങ്കിലും സഭയുടെ വിശ്വാസത്തെ തൃക്കൻ പാർത്തുകൊണ്ട്, ഇത് ലത്തീൻ കുർബാനയിലെ ഒരു പ്രാർത്ഥനയാണ്. സ്വർഗസ്ഥനായ പിതാവ് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനൊരു പ്രാർത്ഥന നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കോ? ശരിക്കും കുർബാനയിലെ എല്ലാ പ്രാർത്ഥനയും ശ്രദ്ധിക്കണം. അവിടെ പറയാണ് ലോർഡ് ഡോണ്ട്, അത് ഇംഗ്ലീഷിലാണ് കുറച്ചും കൂടി എളുപ്പം മനസ്സിലാക്കാൻ. ഓ ലോർഡ് ഡോണ്ട് ലുക്ക് അറ്റ് അവർ സിൻസ് ബട്ട് ലുക്ക് അറ്റ് ദ ഫെയ്ത്ത് ഓഫ് യുവർ ചർച്ച് ആൻഡ് ഗ്രാന്റ് us പീസ്. മലയാളത്തിൽ എങ്ങനെയാ? കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ പരിഗണിക്കാതെ അങ്ങ് സഭയുടെ വിശ്വാസത്തെ തൃക്കൻ പാർത്തുകൊണ്ട് ഞങ്ങൾക്ക് സമാധാനം, ഗ്രാന്റ് us പീസ്. ഇങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടെന്നറിയോ? കോടതി ശിക്ഷ കൊടുക്കാൻ തീരുമാനിച്ചു. 10 വർഷമായിട്ട് പൊരിഞ്ഞ് കീഴ്ക്കോടതി പറഞ്ഞു ഇയാളെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു. മേൽക്കോടതി പറഞ്ഞു വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു. വീണ്ടും അപ്പീൽ പോയി ഹൈക്കോടതിയും പറഞ്ഞു വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു. ഇനി എന്ത് ചെയ്യും? ഇനി വല്ല വകുപ്പുണ്ടോ നമ്മുടെ ഭാരത സർക്കാരിന്റെ നിയമം അനുസരിച്ച്? എന്താ വകുപ്പ്? ദയായാചന. അതാണ് നീതി എന്ന് പറയുന്നത്. ഇവര് കീഴ്ക്കോടതിയും ഹൈക്കോടതിയും എല്ലാം വിധിച്ച ആ കേസ് ദയായാചനയ്ക്ക് അപേക്ഷ അർപ്പിച്ചപ്പോ പ്രസിഡന്റിന്റെ ചില തത്വങ്ങളനുസരിച്ച് ആ വ്യക്തിയെ എല്ലാ നിയമവും അനുസരിച്ച് ശിക്ഷ കിട്ടാൻ അർഹതയുള്ള, ശിക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞ ആ വ്യക്തിയെ പ്രസിഡന്റ് വെറുതെ വിട്ടിരിക്കുന്നു. എന്ത് നിയമമാണത്? അതാണ് കർത്താവിൻ്റെ രാജകീയത എന്ന് പറയുന്നത്. രാജാവിന് ഒരു നിയമം ബാധകമല്ല. നിയമം ഉണ്ടാക്കിയ ആൾക്ക് ഒരു നിയമം ബാധകമല്ല. എസ്തർ രാജ്ഞി രാജാവിൻ്റെ അടുത്തേക്ക് വരാൻ പേടിച്ചിരിക്കുകയാണ്. കാരണം നിയമം എന്താ? രാജാവ് വിളിക്കാതെ ആരെങ്കിലും രാജസന്നിധിയിൽ വന്നാൽ അവനെ ഉടനെ കൊന്നുകളയണം. രാജ്ഞി തൻ്റെ ജനത്തെ രക്ഷിക്കാൻ വേണ്ടി രാജസന്നിധിയിൽ ഉടനെ ചെല്ലാതെ നിവർത്തിയില്ല. 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് തീരുമാനിച്ചു, എന്തായാലും രാജാവ് അല്ലെങ്കിൽ അവരെന്നെ കൊല്ലാൻ ഉത്തരവിട്ടാലും ഞാൻ എൻ്റെ ജനത്തിന് വേണ്ടി രാജസന്നിധിയിൽ ചെല്ലും. അങ്ങനെ രാജസന്നിധിയിൽ ചെന്ന് രാജാവ് സൂക്ഷിച്ചൊന്ന് നോക്കിയപ്പോഴേ തന്നെ രാജ്ഞി മോഹാത്സ്യപ്പെട്ട് വീഴാൻ തുടങ്ങി. ഉടനെ രാജാവ് ചാടി എഴുന്നേറ്റ് രാജ്ഞിയെ താങ്ങി പിടിച്ചിട്ട് പറഞ്ഞു, എസ്തർ, നീ എന്തിനു വിഷമിക്കണേ? നീ ഇവിടുത്തെ രാജ്ഞിയാണ്. ഈ നിയമം നിനക്ക് ബാധകമല്ല. ഏത് രാജസന്നിധിയിൽ ചോദിക്കാതെ വരുന്നവനെ കൊല്ലും എന്നുള്ള നിയമം നിനക്ക് ബാധകമല്ല. നീ എൻ്റെ രാജ്ഞിയാണ്. ആരോ ചിന്തിക്കുന്നു, അങ്ങനെ എഴുതിയിട്ടുണ്ടോ? നമ്മൾ ആരാ പറയും? നമ്മള് കർത്താവിൻ്റെ രാജകീയ അഭിഷേകത്തെ കുറിച്ച് പറയാം അല്ലേ? നമ്മൾ ആരാ രാജാവിൻ്റെ? നമ്മളെല്ലാം മണവാട്ടിമാരാണ്. ഇത് നമ്മുടെ ആത്മാവ് മണവാട്ടിയും കർത്താവ് മണവാളനുമാണ്. സഭ മണവാട്ടിയാണ്. ഇതൊക്കെ കൊച്ചുരശ്യ പുണ്യവതി എടുത്തു പറയാവുന്നതാണ്. ഞാൻ നിന്റെ മണവാട്ടിയാണ്. ഞാനെന്ന് പറഞ്ഞാൽ എല്ലാ വിശ്വാസികളും. ഒരു സങ്കീർത്തനമുണ്ട്, 45-ാം സങ്കീർത്തനം. അത് ഞാനൊന്ന് പാടട്ടെ. ഇത് ഞാൻ പാടും. രാജകുമാരി സ്വർണ്ണക്കശ ഉടയാട ചാത്തി അന്തഃപുരത്തിൽ ഇരിക്കുന്നു.
വർണ്ണശബളമായ അങ്കിയണിയിച്ചവളെ രാജസന്നിധിയിലേക്ക് ആനയിക്കുന്നു. ഇതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവവിധി. നമ്മൾ അന്ത്യവിധിയിൽ എന്തായിരിക്കും? നമ്മൾ മണവാട്ടിമാരാണ്. രാജകുമാരി സ്വർണ്ണക്കശ. എന്താണ് ഈ സ്വർണ്ണക്കശ ഉടയാട എന്ന് പറയുന്നത്? അന്ത്യദിനത്തിൽ ദൈവം നമുക്ക് നൽകുന്ന മഹത്വീകരിക്കപ്പെട്ട സ്വർഗീയ ശരീരമാണ്. ഈ നമ്മളെല്ലാം മരിക്കുമ്പോൾ നമ്മൾ മണ്ണായി, നമ്മുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോയി. എന്നാൽ ഈ മണ്ണായപ്പോയ നമ്മുടെ ഈ ശരീരം അന്ത്യദിനത്തിൽ കർത്താവ് ഉയർപ്പിച്ച് മഹത്വമുള്ള തന്റെ ശരീരമാക്കി മാറ്റുന്നു. അതാണ് മന്ത്രകോടി, രാജകുമാരിയുടെ മന്ത്രകോടി. കശവ് എന്തിൻ്റെ ചിഹ്നമാണ്? മഹത്വത്തിൻ്റെ. രാജകുമാരി സ്വർണ്ണക്കശ ഉടയാട ചാർത്തി അന്തഃപുരത്തിൽ ഇരിക്കുന്നു. വർണ്ണശബളമായ അങ്കിയണിയിച്ചവളെ രാജസന്നിധിയിലേക്ക് ആനയിക്കുന്നു. ഇവിടെ മലങ്കരക്കാരെങ്കിലും ഉണ്ടോ? മലങ്കരക്കാരുമില്ലേ? അപ്പൊ മലങ്കര കുർബാന പുസ്തകത്തിലൊരു ഗാനമുണ്ട്. അത് ഈ അർത്ഥത്തിലുണ്ട്. അതായത് പാഴൂഴിയിൽ ഉയരും ശോശാന പൂക്കൾ പോൽ കൈപ്പണിയില്ലാത്തൊരു വസ്ത്രം ചാർത്തിയിടുമ്പോൾ ആദാം മക്കൾക്കായി റൂക്കുദിശ നെയ്ത വസ്ത്രമുയിർപ്പിൽ ചാർത്തിയിടും പുണ്യാത്മാക്കൾ. അതായത് ഈ പാഴൂഴിയിൽ ഉയരും ശോശാന പൂക്കൾ എന്ന് പറഞ്ഞാൽ സെമിസ്റ്റേരിയിലെ വളരുന്ന ഒരു വെളുത്ത പൂവാണത്. പാഴൂഴിയിലുയരും ശോശാന പൂക്കൾ മണ്ണിലെ സെമിസ്റ്റേരിയിൽ വളരുത്തുന്ന ഒരു പൂവാണ്, വെളുത്ത പൂ പോൽ കൈപ്പണിയില്ലാത്തൊരു വസ്ത്രം ചാർത്തിയിടുമ്പോൾ ആദാം മക്കൾക്കായി റൂക്കുദിശ നെയ്ത വസ്ത്രം ഉയിർപ്പിൽ ചാർത്തിയിടും പുണ്യാത്മാക്കൾ. അപ്പൊ നമ്മളെല്ലാവരും വിശ്വസിക്കേണ്ടത് നമ്മൾ രാജ്ഞിമാരാണ്, മണവാട്ടിമാരാണ്. പ്രീതികലർന്ന യുഗാന്ത്യത്തിൽ മാലാഖമാരൊത്തുവലം ഭാഗം ഞങ്ങൾ കരുളട്ടെ. മനസ്സിലായോ? പിന്നെന്താ? അപ്പോ ഞാൻ അടുത്ത അല്ലെങ്കിൽ 5-10 വർഷം ഉണ്ടാവും. അതുവരെ വിചാരിച്ചിരുന്നത് ഈ കുർബാന പുസ്തകത്തിൻ്റെ അവസാനം വരുമ്പോൾ നമ്മൾ അടച്ചു വെച്ചുകൊണ്ട് വൈദികൻ്റെ ആശീർവാദം സ്വീകരിക്കുകയാണ്. ആ നേരത്ത് നമ്മൾ കുർബാന പുസ്തകം നോക്കൂല. ഒരിക്കൽ ഞാനൊന്ന് നോക്കിപ്പോയപ്പോഴാണ് അവിടെ എഴുതിയേക്കണത് ഞാൻ വിചാരിച്ചിരുന്ന മാതിരി അല്ല. ഞാൻ വിചാരിച്ചിരുന്നത് അച്ഛൻ പാടണത് എൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ്: ഭീതി കലർന്ന യുഗാന്ത്യത്തിൽ ഇതാണ്. പക്ഷെ അവിടെ എഴുതിയിരിക്കണ എന്താ? പ്രീതി കലർന്ന യുഗാന്ത്യത്തിൽ നിന്നാണ്. ഇതാണ് നമ്മുടെയൊക്കെ വ്യത്യാസം. നമ്മളെ പൊരിച്ച് നരകത്തിക്കൊണ്ടുപോകാനാണോ കർത്താവ് ശോഭിച്ച ഈ കഷ്ടപ്പാടൊക്കെ സഹിച്ചത്? എന്നാലും ബ്രദറെ, അങ്ങനെ അങ്ങോട്ട് പറയരുത്. എല്ലാവരോടും ദൈവം കരുണ കാണിക്കും. കുറച്ചൊക്കെ ഒന്ന് പേടിപ്പിക്കണം. ഇത് ഹിന്ദി സിനിമയും മലയാളം സിനിമയും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ്. സിനിമ കണ്ടിട്ടില്ലേ? ഹിന്ദി സിനിമ എപ്പോഴും കോമഡി ആയിരിക്കും, അവസാനം ഒരു സന്തോഷമായിരിക്കും. മലയാളം സിനിമയിൽ അവസാനം കരച്ചിലും ബഹളവുമായിട്ട്, എന്നാലേ കാശ് കിട്ടുള്ളൂ. എന്നാൽ ഈ ദൈവരാജ്യം അങ്ങനെയല്ല. ദൈവരാജ്യം ഹിന്ദി സിനിമ പോലെയാണ്. ഒരു കോമഡിയാണ്, അവസാനം സന്തോഷമാണ്. പ്രീതി കലർന്ന യുഗാന്ത്യത്തിൽ സ്വർഗീയോർസ്ലേ നഗരത്തിൽ പാലാകമാരൊത്തുവലം ഭാഗം ഞങ്ങൾ
നമുക്കൊന്ന് സന്തോഷത്തിലൊന്ന് ജീവിക്കേ, ഒന്ന് ജീവിക്കുക. എപ്പോഴും ഇങ്ങനെ കരച്ചിലായിട്ട് ജീവിക്കണോ? എപ്പോഴും ട്രാജഡി ആയിട്ട് ജീവിക്കണോ? ഒന്ന് ഹിന്ദി ഫിലിം മാതിരി ഒന്ന് ജീവിക്കേ, കോമഡി. അതായത് അന്ത്യവിധി, അതാണ് ഇവിടെ ഇരിക്കുന്നത്. എന്താണ് ഈ അന്ത്യവിധിയിൽ സംഭവിക്കുന്നത്? അപ്പൊ അതിനെക്കുറിച്ച് 1042 അതായത് അന്ത്യവിധിക്ക് മുൻപായി എല്ലാ മരിച്ചവരുടെയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും ഉത്ഥാനം ഉണ്ടാകും. ഇത് വിശ്വസിക്കുന്നുവോ? അതായത് നമ്മുടെ ശരീരം, അഴുകിപ്പോയ ശരീരം അന്ത്യദിനത്തിൽ ഉയർത്ത് യേശുവിൻ്റെ മഹത്വീകരിക്കപ്പെട്ട ശരീരമായി മാറി എല്ലാവരും സ്വർഗത്തിൽ യേശുവിനോടൊപ്പം ഒന്നായിട്ട് വസിക്കും. ഇത് ഈ വിശ്വാസമാണ് നമ്മൾ ഓരോ കുർബാനയിലും, ലത്തീൻ കുർബാനയിലായാലും ഞങ്ങളുടെ വിശ്വാസത്തിന്റെ രഹസ്യം എന്താണ്? ക്രൈസ്റ്റ് ഹാസ് ഡൈഡ്, ക്രൈസ്റ്റ് ഈസ് റിസൺ, ക്രൈസ്റ്റ് വിൽ കം അഗെയിൻ. അതായത് ഈ അന്ത്യദിനത്തിൽ വരാനിരിക്കുന്ന അവൻ തന്നെയാണ് ഇവിടെ വന്നേക്കുന്നത്. എന്താ വ്യത്യാസം? സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ശരീരവും രക്തവും സ്വീകരിക്കാനാവും. സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ അന്ത്യദിനത്തിൽ കർത്താവ് വീണ്ടും വരുമ്പോഴാണ് യഥാർത്ഥമായ രാജ്യം സ്ഥാപിക്കുന്നത്. അതിന്റെ അച്ചാരമായിട്ടാണ് ഇപ്പോൾ നമുക്ക് കർത്താവ് തന്റെ പരിശുദ്ധാത്മാവിനെയും തന്റെ ശരീര രക്തങ്ങൾ തന്നിരിക്കുന്നത്. എന്താണ് അച്ചാരം? നമുക്ക് നല്ല എളുപ്പം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മളൊരു സ്ഥലം കച്ചവടമാക്കി, 1 കോടി രൂപയാണ് സ്ഥലത്തിന്റെ വില. നമ്മൾ അത് കൊടുക്കാമെന്ന് എഗ്രിമെന്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണു? 1 കോടി അപ്പൊ കൊടുക്കുന്നില്ലല്ലോ. നമ്മൾ ഒരു 10,000 രൂപ അല്ലെങ്കിൽ 50,000 രൂപ ടോക്കൺ പ്ലഡ്ജ് അച്ചാരമായിട്ട് കൊടുത്ത് ഒരു കരാർ എഴുതണം. കരാർ എഴുതുന്നത് ഇതാണ്: ഈ സ്ഥലം ഇത്ര ഗഡുവില് ബാക്കിയുള്ള പൈസ തന്ന് വാങ്ങിച്ചോളാമെന്ന് ഞങ്ങൾ എഗ്രി ചെയ്യുന്നു. അതിന് ടോക്കണായിട്ട് 50,000 രൂപ ഇപ്പോൾ ക്യാഷ് ഡൗൺ അച്ചാരം തരുന്നു. സമ്മതിച്ചോ? ഇനി ഈ സ്ഥലം ഈ ഉടമയ്ക്ക് വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റില്ല. ഈ അച്ചാരം തന്ന ആൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അച്ചാരത്തിന്റെ കോൺട്രാക്ട് അനുസരിച്ച് 3 ഗഡുവായിട്ട് ഇനി ഒരു ഗഡുവില് 50 ലക്ഷം തരും. പിന്നെ അടുത്ത ഗഡുവില് മറ്റ് 25 ലക്ഷം തരും. അതിന്റെ ലാസ്റ്റ് ഗഡുവില് അടുത്ത 25 ലക്ഷം തരുമ്പോ മുഴുവൻ പൈസയും തരുമ്പോ സ്ഥലം നമുക്ക് തീരെഴുതി തരും. ഇപ്പൊ എന്താണ് ഇവിടെ രക്ഷാകര പദ്ധതിയിലെ അച്ചാരം? യേശു ക്രിസ്തു എല്ലാവരെയും തന്റെ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ ആത്മാക്കളെല്ലാം തന്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്ര കുത്തിക്കൊണ്ട് അതോടൊപ്പം കുരിശിൽ അതിനുവേണ്ടി പീഡ സഹിച്ചുകൊണ്ട് തന്റെ ആത്മാവിനെ കുരിശിൽ അർപ്പിച്ചുകൊണ്ട് എല്ലാ മനുഷ്യരുടെയും മേൽ അച്ചാരം കൊടുത്തിരിക്കുന്നു. ഇനിയും മറ്റാരിലൂടെയും രക്ഷയില്ല. കണക്കെളുപ്പം മനസ്സിലായോ? ഈ ആത്മാക്കളെ ആർക്ക് മാത്രമേ ഇനി കച്ചവടമാക്കാൻ പറ്റുള്ളൂ? അച്ചാരം കൊടുത്ത ആൾക്ക് മാത്രമേ പറ്റുള്ളൂ. ഒന്ന് വിശ്വസിച്ചേ, നമ്മളെ പ്രതിയും നമ്മുടെ മക്കളെ പ്രതിയും നമ്മൾ ഈ നരകത്തിൽ പോകണമെന്ന് പറയുന്ന ആൾക്കാരെ പ്രതിയൊക്കെ കർത്താവ് ഈശോ മിശിഹ അച്ചാരം കൊടുത്തിരിക്കുകയാണ്. ഇതാണ് പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ പല പ്രാവശ്യം പറഞ്ഞേക്കുന്നതാണ്. ഇനി അവൻ വിശ്വസിച്ച് മാമോദീസ സ്വീകരിക്കുമ്പോ 50 ലക്ഷം രൂപ പകുതി കൊടുത്തു ഈ ആത്മാവിനെ നേടാൻ പോവുകയാണ്. പൂർണ്ണമായിട്ടില്ല. പിന്നെ സ്ഥിരീകരണ സംസ്കാരം, അതായത് എന്താണ്, കൺഫർമേഷൻ,
അതിനുശേഷം വിശുദ്ധ കുർബാന. ഇത്രയും കഴിഞ്ഞു കഴിയുമ്പോൾ ഈ ആത്മാവിനെ കർത്താവ് സ്വന്തമാക്കിയിരിക്കുന്നു. കുരിശടയാളം വഴിയായി ഞാൻ നിന്നെ മുദ്ര കുത്തിയിരിക്കുന്നു. ഒരിക്കലും എനിക്കറിഞ്ഞൂടെ എന്തിനാ ഞാൻ ഇതൊക്കെ പറയണേന്ന്. ആത്മാവ് നയിക്കണമെന്ന് പറഞ്ഞിട്ട് ഇതാണിപ്പോൾ പറയണേ. ഒരു സഹോദരി വന്നിട്ട് എന്നോട് പറയാണ്, അവളുടെ ഭർത്താവ് ബുദ്ധിസ്റ്റ് ആയിരിക്കണം, അതുകൊണ്ട് വിവാഹം മോചനത്തിന് അപ്ലൈ ചെയ്യാൻ പോവാണ്, വിവാഹം നള്ളിഫൈ ചെയ്യണം. ഞാൻ പറഞ്ഞു, വിവാഹം നള്ളിഫൈ ചെയ്യണം എങ്ങനെയാ? നിങ്ങൾ വിവാഹം കഴിച്ച കാലത്തൊരു കുഴപ്പമുണ്ടായില്ലല്ലോ. അനോൾമെന്റ് എന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ച സമയത്ത് നിങ്ങൾ യഥാർത്ഥ ഉദ്ദേശത്തിൽ അല്ലെങ്കിലാണ് അനോൾമെന്റ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ഒരു ബുദ്ധിസ്റ്റിന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, നീ അയാളോട് എൻ്റെ ഫോൺ നമ്പർ കൊടുത്ത് ഞാൻ സംസാരിക്കാം. ഇല്ല, അയാൾ പറയണത് ഞാനിപ്പോൾ ക്രിസ്ത്യാനി അല്ല, ഞാനൊരു ബുദ്ധിസ്റ്റാണ്, എനിക്ക് നിങ്ങൾ ആരോടും സംസാരിക്കണ്ട, ഒരച്ഛനോടും സംസാരിക്കണ്ട, ഒരു ക്രിസ്ത്യാനിയുമായിട്ട് എനിക്കൊരു ബന്ധമില്ല. മാത്രമല്ല ഇയാൾ നാളെ തായ്ലൻഡിലുള്ള ബുദ്ധിസ്റ്റ് മൊനാസ്ട്രിയിൽ പോവുകയാണ്. എന്തായാലും ഞാൻ പറഞ്ഞു, നീ ഈ നമ്പർ കൊടുക്ക്, തോമസ് പോള് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കണമെന്ന് പറയും. എനിക്ക് പരിചയമുള്ള ഒരാളാണ്, ഒരു ഡോക്ടർ സയൻറ്റിസ്റ്റാണ്. അങ്ങേരെ സംസാരിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, നീ നമ്പർ കൊടുക്ക്. അന്ന് രാത്രി ഇയാൾ വിളിച്ചിരിക്കുകയാണ്. Are you Mr. Thomas Paul? Yes. I don't want to speak to you. അയാൾ പറയാം. ഞാൻ പറഞ്ഞു, താങ്ക് യു സാർ, ബട്ട് യു ആർ ഓൾറെഡി സ്പീക്കിംഗ്. No, I have nothing to do with any Christians. I am already a Buddhist and I am going to Buddhist monastery tomorrow. സാറേ, ഇപ്പം ഞാനിത് പെട്ടെന്ന് പറയാനുള്ള കാര്യം പറയണം, അല്ലാണ്ട് ഞാൻ ഫോൺ വെച്ച് കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞു, ദാറ്റ് ഈസ് ഓൾ റൈറ്റ്, ബട്ട് ഐ വാണ്ട് ടു ലെറ്റ് യു നോ സംതിങ്. You are a Christian, you are baptized. In the baptism, a stamp is put on your soul. You cannot change it, not even Jesus Christ can change it. Therefore, be careful. This stamp is like a bomb, it should not burst in the Buddhist monastery. That's all I want. ശരിക്കൊന്നും പേടിപ്പിച്ചില്ലേ? ഇങ്ങനെയൊക്കെ പേടിപ്പിക്കണം. What are you talking? A stamp on my soul? Yes. In the baptism, you are a baptized, confirmed, and communicant Christian. On your soul, Christ has stamped with his blood. What? I have never heard about it. ഞാനിത് ഇന്നവരെ കേട്ടിട്ടില്ലല്ലോ. ഡോക്ടർ ആൽ റൂയിസ്, യു ആർ എ ഡോക്ടർ ഇൻ കെമിസ്ട്രി. വൈ യു ഡിഡ് നോട്ട് ലേൺ ദ കെമിസ്ട്രി ഓഫ് യുവർ സോൾ? നിങ്ങൾ കെമിസ്ട്രിയിൽ ഒരു ഡോക്ടറേറ്റ് എടുത്ത സാറാണ്, പ്രൊഫസറാണ്. നിങ്ങളുടെ ആത്മാവിന്റെ കെമിസ്ട്രി നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കിയില്ല? തോമസ് പോൾ, ആർ യു സീരിയസ്? I am very serious. What do you mean? You say you are going to a Buddhist? Christ has purchased you at the cost of his blood. What do you mean about it? Sir, I want to know. Sir, I want to know more about that. So, but now I must go and I will come back after 3 months. ഞാൻ 3 മാസം കഴിയുമ്പോൾ ഞാൻ വരും and I will come to you. ഈ 3 മാസം അയാൾ എങ്ങനെ അവിടെ ജീവിച്ചതെന്ന് എനിക്കറിയില്ല. വന്ന് എയർപോർട്ടിൽ നിന്ന് തന്നെ ഇയാൾ എന്നെ വിളിച്ചു, പറഞ്ഞു, I want to know more about that stamp on my soul. ഇത് ഞാൻ അപ്പോൾ അടുത്ത ദിവസം ഒരു സെമിനാർ, ഇതിൻ്റെ സാക്രമെന്റ്സിനെ കുറിച്ചുള്ള ഒരു സെമിനാർ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം ഓരോ ക്ലാസ്സും കഴിയും തോറും ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം പറയാണ്, ഞാനിതൊന്നും കേട്ടിട്ടില്ല. Now I understand. എന്നിട്ട് അയാൾ കുമ്പസാരിച്ചു, ബാപ്റ്റിസം റിന്യൂ ചെയ്ത് നല്ലൊരു ക്രിസ്ത്യാനിയായി ജീവിച്ചു. അപ്പം നമ്മുടെ അറിവില്ലായ്മയാണ്
നമ്മുടെ അറിവില്ലായ്മയുടെ ഒരു കാര്യമാണിത്. ഓക്കെ, അപ്പം ഇതുപോലെ ചായ കുടിക്കാൻ സമയമായി. ഓൾറൈറ്റ്, താങ്ക് യു. നമുക്കൊരു നിമിഷം കണ്ണടച്ച് ആത്മാവ് നയിക്കുന്നത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവേ, ആത്മാവിനാൽ നയിക്കണമേ. ഒന്ന് പ്രാർത്ഥിച്ചെല്ലാവരും, പരിശുദ്ധാത്മാവേ, ആത്മാവിനാൽ നയിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള ഹൃദയത്തിലേക്ക്, ഈശോയുടെ മാധുര്യമുള്ള സ്നേഹത്തിലേക്ക്, സ്വർഗരാജ്യത്തിന്റെ സന്തോഷത്തിലേക്ക് എൻ്റെ ആത്മാവിനെ നയിക്കണമേ, എൻ്റെ ബുദ്ധിയെ നയിക്കണമേ. നിഴലാം നിയമം വിട്ടു നൂതന നിയമം പാലിച്ചവനാം പൗലോസ് ശ്ലീഹാ തന്നുടെ മാതൃക നിങ്ങൾ കൈക്കൊണ്ടിടുവിൻ. ശൗലെന്ന യൂദൻ നിയമം ചാർത്തും തിരശീലകളാൽ അന്ധൻ മിശിഹായവനിൽ തൻ നിയമത്താൽ കാഴ്ച പകർന്നു. പ്രൈസ് ദ ലോർഡ്. ഇനി ചായ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വർക്ക്ഷോപ്പിലേക്ക് പോവുകയാണ്. ഓൾറൈറ്റ്, അപ്പോൾ റെഡി ആയിട്ട് വേഗം വരണം. 15 മിനിറ്റേ ഉള്ളൂ ചായ കുടിക്കാൻ. പോരെ, വേഗമാണ്. ഓക്കെ, ഞാനിവിടെ തന്നെ ഇരിക്കാം. ഇപ്പം അത്യാവശ്യം ആർക്കെങ്കിലും എന്നെ കാണുന്നുണ്ടെങ്കിൽ വരാം, പ്രാർത്ഥിക്കാം.